നമ്മളെല്ലാവരും നോമ്പിന്റെ അരൂപിയിലും പ്രാർത്ഥനയിലുമാണ്. വിശുദ്ധ തോമസ് മൂറിന്റെ കാലഘട്ടത്തിലെ ഹെൻറി ഇംഗ്ലണ്ടിന്റെ രാജാവായി. രാജാവ് ഒരു നിയമം ഉണ്ടാക്കി. ഇംഗ്ലണ്ടിന്റെ രാജാവ് തന്നെയാണ് സഭയുടെ പരമാധികാരി. എന്നാൽ വിശുദ്ധ തോമസ് മൂർ ഇത് അംഗീകരിച്ചില്ല. അദ്ദേഹത്തിന്റെ പദവി രാജിവെക്കുകയാണ്. അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയാണ്. ജയിലടച്ച നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് തോമസ് മൂറിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങേക്കിത് സമ്മതിച്ചുകൂടെ? സമ്മതിച്ചാൽ രക്തസാക്ഷിത്വം വരിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിരിച്ചുകൊണ്ട് തോമസ് മൂർ തന്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, ഞാനിത് സമ്മതിച്ചാൽ ഇനി എത്ര വർഷം കൂടി എനിക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കും? അതിനുശേഷം തന്റെ മകള് തോമസ് മൂറിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, അപ്പനിത് സമ്മതിക്കേ? അപ്പന് സമ്മതിച്ചാൽ ജയിലിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോഴും അദ്ദേഹം കുലുങ്ങിയില്ല. തൻ്റെ ജീവനായ കുടുംബത്തേക്കാൾ, തൻ്റെ ജീവനേക്കാൾ അധികമായി തോമസ് മൂർ ദൈവത്തെ ജീവനായി സ്നേഹിച്ചു എന്നുള്ളതാണ്. ഈ നോമ്പിൽ വിശുദ്ധ തോമസ് മൂറിനെ പോലെ ജീവനായ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മളൊരു തീരുമാനം എടുക്കും, ഇന്നു മുതൽ മദ്യപിക്കുകയില്ല. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ വന്ന് കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ചില വ്യക്തികൾ വീണുപോകാറുണ്ട്. പിശാച് നമുക്ക് തരുന്ന ഒരു പ്രലോഭനമാണ് ഈ വാക്ക്. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വീഴ്ത്തുന്ന വ്യക്തികളായിട്ട് മാറ്റും. വിശുദ്ധ കുമ്പസാരം നടത്തി നല്ല തീരുമാനമെടുത്ത് വീട്ടിലേക്ക് പോകും. എന്നാൽ പിശാച് നമ്മളെ പ്രലോഭനപ്പെടുത്തും. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വീഴ്ത്തുന്ന വ്യക്തികളായിട്ട് മാറും. തെറ്റായ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ആ വ്യക്തികള് ചില സമയങ്ങളിൽ വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വീഡിയോ കടന്നു വരുന്നത്. ആ വീഡിയോ കാണുമ്പോൾ പിശാച് നമ്മുടെ ഉള്ളിലെ ഒരു ചിന്ത നൽകും, കുഴപ്പമില്ല, കുറച്ച് കണ്ടോ. ഇങ്ങനെ കണ്ടോ എന്ന് പറഞ്ഞ് നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികളായിട്ട് മാറ്റും. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പാപത്തിലേക്ക് വലിച്ചടയ്ക്കുന്ന വ്യക്തിയാണ് പിശാച്. എന്നാൽ ആ നിമിഷങ്ങളിൽ വിശുദ്ധ തോമസ് മൂറിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജീവനായ ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഈ ദിവസങ്ങളിലെ 50 ദിവസം വിശുദ്ധ കുർബാന പങ്കെടുക്കാമെന്ന് നമ്മൾ തീരുമാനമെടുത്തു. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ക്ഷീണം, അതുപോലെ ഒരു മടി. നമ്മൾ തീരുമാനമെടുക്കും, പിശാച് നമുക്കൊരു പ്രലോഭനം തരും, കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് വേണ്ട എന്ന് വെക്കും. ഇങ്ങനെ മടിയിലൂടെയും അലസതയിലൂടെയും പിശാച് നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു. വിശുദ്ധ തോമസ് മൂറിനെ പോലെ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായി ജീവനായി ഈ നോമ്പ് കാലഘട്ടത്തിൽ സ്നേഹിക്കാം. ദൈവത്തിന് വേണ്ടി ജീവിതത്തിലെ എല്ലാം മാറ്റിവെക്കുന്ന ദിനങ്ങളായി മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.